അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സ്വാഹിബിൽ വസീല ലക്കൽ ഇബാദത്തു വലൈക തവക്കുൽ. ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് 3 ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടാൽ അയാൾ കപടവിശ്വാസിയാണ്, അദ്ദേഹത്തെ കൂട്ടുകാരനായി നാം തിരഞ്ഞെടുക്കരുത്. ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്ക് ഹദീസ് ഏതാണെന്ന് പഠിക്കാം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപടവിശ്വാസിയുടെ അടയാളം 3 എണ്ണമാണ്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ ആ വ്യക്തി കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. പരസ്പര വൈരുദ്ധ്യമായുള്ള സംസാരങ്ങൾ ഒരാളിൽ കണ്ടാൽ അദ്ദേഹം പറയുന്നത് നുണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. വൈദാ വഅദ അഖ്ലഫ, രണ്ടാമതായി അദ്ദേഹത്തിന് ആ കപടവിശ്വാസിക്കുള്ള അടയാളം വൈദാ വഅദ അഖ്ലഫ, ഒരു കാര്യം കരാറ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ്, എന്നാൽ അഖ്ലഫ, അവൻ ആ കരാറ് ലംഘിക്കും, അതവൻ നമുക്ക് ചെയ്തു തരികയില്ല. വഇദ ഇത്തുമിന ഖാന, മൂന്നാമതായി അവൻ പറയുന്ന അടയാളം വഇദ ഇത്തുമിന ഖാന, വിശ്വസിച്ചാൽ അവൻ നമ്മെ ചതിക്കും. അവനോട് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് ഒരു രഹസ്യം നമ്മളെ നാവിൽ നിന്ന് വന്നു പോയാൽ അതവൻ വേറെ ആളുകളോട്, നമുക്കിഷ്ടമില്ലാത്ത പലരോടും പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറ്റും. ഇങ്ങനെ ഈ 3 അടയാളങ്ങൾ ഒരാളിൽ കണ്ടാൽ അദ്ദേഹം മുനാഫിഖാണ്. നല്ല ആളുകളുമായി സഹവസിക്കാനും നല്ല ജീവിതം കൈവരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.